പിന്നെ കാണിച്ച് ഒരു ദുഷ്ടന്മാരെ കൊന്നാല് ഇത്രയും ദേഷ്യം ആ കാര്യം തീർന്നില്ല. മഹാദേവൻ റോഡിൽ കിടക്കും, ഇതൊന്നും അറിയുന്നില്ല. പിന്നെ എന്തോത്തിനാ ഭർത്താവിനെ ചവിട്ടിയ, നെഞ്ചില് ചവിട്ടിയ? അയ്യോ, അത് ശരിയാണല്ലോ, ന്യായമായ ഒരു ചോദ്യമാണല്ലോ. പക്ഷെ ഇതിന്റെ മറുപടി അമ്പിളിയമ്മയ്ക്ക് അറിഞ്ഞുകൂടല്ലോ. പക്ഷെ ആർക്കെങ്കിലും അറിയാവോ? അസുരനെ കൊന്നിട്ടും കാളിയുടെ ദേഷ്യം മാറിയില്ല, അതാണോ ചോദ്യം? എന്ത്? ഭൂമി മുഴുവൻ നശിച്ചു. ഇത്രയും ദേഷ്യപ്പെട്ട ഇല്ലയോ? അത് അസുരനെ കൊന്നു കഴിയുമ്പോ ദേഷ്യം മാറണമായിരുന്നല്ലയോ? ശരിയാ. എന്നിട്ട് പിന്നെയും ദേഷ്യം വന്ന് മഹാദേവനെ ചവിട്ടി. അമ്മച്ചി പറഞ്ഞു തന്നായിരുന്നല്ലോ കഥയൊക്കെ. എന്നിട്ടും എന്തിനാണ് ദേഷ്യം മാറാതെ നിന്നേ? കാളിയായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞല്ലോ, പൂർത്തീകരിച്ചല്ലോ, അതാണോ മോൻ്റെ ചോദ്യം? ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ രാത്രി 12 മണിയിലത്തെ ചോദ്യം. രാത്രി 12 മണി. ആഹാ, ഉറക്കമില്ല, ഉറങ്ങാതെ ഇവിടെ കിടന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇന്നിപ്പോൾ രാത്രിയിൽ എങ്ങനെയാ? അത് ദേവിയമ്മയ്ക്ക് ഉഗ്രരൂപമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ദേവിയമ്മയുടെ ഉഗ്രരൂപം. എന്തോ ഒന്നും അറിയാതെ അപ്പുചേട്ടൻ ഉറങ്ങുന്ന കണ്ടോ? അപ്പുചേട്ടൻ നല്ല ഉറക്കം കണ്ടോ? കാളിയമ്മയെന്ന് പറഞ്ഞാൽ തന്നെ ഉഗ്രരൂപിണിയാണ്, ഭയങ്കര ദേഷ്യ രൂപമാണ്. അപ്പം ആ ദേഷ്യം ശമിക്കണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കും, ഇച്ചിരി പ്രയാസമാ. മനസ്സിലായോ? അത്രയും ഭീകരന്മാരായ അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയല്ലയോ കാളിയായിട്ട് വന്നത്. അപ്പം ആ യുദ്ധത്തിനിടയ്ക്ക് അങ്ങ് ദേഷ്യം അങ്ങ് കൂടി, ആ ദുഷ്ടന്മാരുടെ പ്രവർത്തികൾ കാരണം, അസുരന്മാരുടെ. അപ്പോൾ ആ ദേഷ്യം ശമിക്കുന്നില്ല, അടങ്ങുന്നില്ല. മഹാദേവനോട് പോയി പറഞ്ഞു, അയ്യോ മഹാദേവ, ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഈ ഭൂലോകം മൊത്തം കലി കൊണ്ട്, ഭദ്രകാളിയമ്മയുടെ കലി കൊണ്ട് എല്ലാം നശിച്ചു പോവേ, രക്ഷിക്കണേ, എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണേ എന്ന് പറഞ്ഞ്. ഇനി ബാക്കി സംശയം നാളെ തീർത്താൽ മതിയോ? മഹാദേവ റോഡിലൊന്നും അല്ലടേ കിടന്നത്, കാളിയമ്മ വരുന്ന വഴിയിൽ. ഇല്ല, വേറെ ആരും ഇല്ലായിരുന്നു അവിടെ. മഹാദേവൻ അമ്പോറ്റിയല്ലയോ, എല്ലാം അറിയാമല്ലോ, ഇതൊക്കെ അറിയാം. അതുകൊണ്ട് വേറെ ആർക്കും ചവിട്ടാനൊന്നും പറ്റത്തില്ല മഹാദേവനെ. മനസ്സിലായോ? ആരൊക്കെ അതിലേ വരും എന്നൊക്കെ മുന്നേ അറിയാം മഹാദേവന്. മനസ്സിലായോ പൊന്നെ? എന്നാ കിടക്കാം. ഓക്കെ, ആൻസർ കിട്ടിയില്ല. ഈശ്വരാ, ഇതിൻ്റെ ആൻസർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. എൻ്റെ അജിക്കൂട്ടിന് ഉറക്കം വരുന്നില്ല ഇതിൻ്റെ ആൻസർ കിട്ടാത്തതുകൊണ്ട്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ വൈകിട്ട് തൊട്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കുഞ്ഞിനതൊന്നും തൃപ്തമായില്ല. ഇല്ലേക്കളേ, അമ്പിളിയമ്മേച്ചിയുടെ ആൻസർ ഒന്നും കുഞ്ഞിന് തൃപ്തമായില്ല. എന്നാൽ കിടന്നാലോ? ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഉറങ്ങാൻ നേരം നമുക്ക് പ്രാർത്ഥിച്ച് കിടക്കാം. അപ്പോൾ ചിലപ്പം അമ്പോറ്റി നമ്മുടെ സ്വപ്നത്തിൽ വന്ന ആൻസർ പറഞ്ഞാലോ? ഓക്കെ, ഡൺ. ഓക്കെ ആണോടാ പൊന്നെ? എന്താ കണ്ണ് ചൊറിയുന്നേ? ഉറക്കം വന്നിട്ട് വേണ്ട. ആൻസർ അമ്മയ്ക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ പൊന്നാ. എന്തിനാ ചവിട്ടിയെന്നാണോ അറിയേണ്ടത്? അത് പറഞ്ഞല്ലോ ദേവിയമ്മയ്ക്ക് ദേഷ്യം മാറാൻ. ചവിട്ടിയപ്പം മഹാദേവൻ്റെ നെഞ്ചിലിങ്ങനെ ചവിട്ടിയപ്പോൾ പെട്ടെന്ന് ദേവിയമ്മയ്ക്ക് എല്ലാം ഓർമ്മ വന്നു. അങ്ങനെ ദേഷ്യം എല്ലാം മാറി, ശമിച്ചു.
പിന്നെ എന്തുവാ പൊന്നെ? ആ, എന്താ അസുരനെ കൊന്നു കഴിയുമ്പം ദേഷ്യം മാറേണ്ടതല്ലയോ? അത് ക- പിന്നെ എന്തിനാ പിന്നെയും ദേഷ്യം വെച്ചോണ്ടിരുന്നേ? അത് കാര്യമില്ല. അത് കഴിഞ്ഞ കാര്യമല്ലേ. പിന്നെ ആ കഴിഞ്ഞ കാര്യത്തെ ആലോചിച്ച് പിന്നെ എന്തിനാ ദേഷ്യപ്പെട്ടേന്നാണോ? പിന്നെ മഹാദേവന്റെ നെഞ്ചിൽ എന്തോത്തിനാ ചവിട്ടിയെ? അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കണമായിരുന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. അതാർക്കും തടുക്കാനൊക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് സംഭവിച്ചാലും അതിനെയെല്ലാം ഫേസ് ചെയ്യണം, അതിനെയെല്ലാം നേരിടണം. മനസ്സിലായോ? ആ, ധൈര്യത്തോടെ നല്ല ബുദ്ധിയായിട്ട് നിന്ന് നേരിടണം. ധൈര്യത്തെ ആ, എന്ത് സംഭവിച്ചാലും വരാനുള്ളതൊക്കെ വരും. അന്നേരം എൻ്റെ കുഞ്ഞിൻ്റെ സംശയത്തിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻ്റ് ഇട്ട് ആൻസർ പറഞ്ഞു തരണേ. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. Okay, good night.